അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് മുത്തുമണികളെ, സുഖം തന്നെയല്ലേ? നമുക്കും സുഖം തന്നെ, അൽഹംദുലില്ലാ. നല്ല മഴയാണ്. നമ്മളാ പൊരിഞ്ഞ ചൂടിൻ്റെ കാലാവസ്ഥയൊക്കെ മാറി നല്ല കാലാവസ്ഥ വന്നു. കിടന്നുറങ്ങാൻ സുഖമാണ്. നമുക്ക് തിന്നാനുണ്ടായാൽ മതി, എന്നാൽ നമുക്ക് സുഖമാണ്. പക്ഷേ പണിയില്ലാതെ ആകുമ്പോഴാണ് നമുക്ക് വിഷമം. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ആ പൊരിഞ്ഞ ചൂടൊന്നും മാറി കഞ്ഞിയാണെങ്കിൽ കുടിച്ചിട്ട് നമ്മളെല്ലാം ചാളൻ്റെ ഉള്ളിൽ നമുക്ക് സുഖമായിട്ട് ഇരിക്കാമല്ലോ. ആ പൊരിഞ്ഞ ചൂട്, മറ്റേത് നമുക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നു. ഏതായാലും ഇന്ന് അതിനെപ്പറ്റിയൊന്നും പറയാൻ വന്നതല്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ അനുഭവങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇന്നലെ ഞാൻ നെജ്ലാൻ്റെ മാതാപിതാക്കളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് ഞാൻ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ട്. ഒരു മാതാപിതാക്കളും വന്ന് മക്കളെ നമ്മളെ സമൂഹത്തിന് മുമ്പിൽ കുറ്റം പറയില്ല. ഇനി പറഞ്ഞതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ മാതിരിയല്ല, നമ്മളെ മാതിരി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളല്ല അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിവായി നമുക്ക് പുറത്ത് വരും എന്നുള്ളത് അവർക്കറിയില്ല, അവരറിയാതെ പറഞ്ഞു പോണതാണ്. പിന്നെ നെജിലാൻ്റെ കാര്യത്തിൽ ഒരു സഹോദരി വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഞാൻ അതിനെതിരൊന്നുമല്ല. ഞാൻ പറഞ്ഞതും അവൾ പറയുന്നത് ഏകദേശം ഒരുമാതിരിയാണ്. കാരണം അവളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോഴെന്നല്ല, 1-1.5 വർഷം മുമ്പ് തൊട്ടേ ഞാൻ പറയുന്നുണ്ട്. അതേ ഇത് തന്നെയാണ് ആ സഹോദരിയും പറയുന്നത്. അവൾക്ക് കൗൺസിലിംഗ് വേണം, കാരണം അല്ലാതെ ഇന്നലെ ഏതായാലും കൗൺസിലിംഗ് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ ഒരാളെ കുറിച്ച് കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ആരൊക്കെയോ എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് കണ്ടു. കാരണം ഞങ്ങളൊക്കെ ഒരു ഗ്യാങ്ങാണ് എന്ന് പറഞ്ഞിട്ട്. പൊന്നുമക്കളെ, ഞാൻ ഒരു ഗ്യാങ്ങിലും ഇല്ല. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ഞാനായിട്ട് ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചെങ്കിൽ, എന്തെങ്കിലും എല്ലാവരും ചോറ് തിന്നോ കഞ്ഞി കുടിച്ചോ ഇത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. എനിക്കറിയാം, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നതെല്ലാം നാളെ ഇന്ന് എത്ര തന്നെ സ്നേഹത്തോടെ നമ്മളെ അടുത്ത് പെരുമാറുന്നവരാണെങ്കിലും ഒരു പക്ഷേ, എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ അതിൽ നിന്നും എടുത്തുകൊണ്ട് പോയി നമ്മൾക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ, നമുക്ക് പലരുടെയും അനുഭവം നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുമായി തന്നെ അങ്ങനെ അനുഭവങ്ങളൊന്നും ഇല്ലാത്ത പാവങ്ങളായ വയസ്സായവർ, ഇതിനെപ്പറ്റിയൊന്നും അറിയാത്തവർ, അവരെന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ അവർക്കറിയില്ലല്ലോ ഇത് നാളെ പുറത്ത് വരും, ഇന്ന രൂപത്തിൽ ഇത് പുറത്ത് വരുന്നെന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാണ് അവരത് പറയുന്നത്, അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. പിന്നെ മാതാപിതാക്കളും മക്കളും എന്ന് പറഞ്ഞാൽ അവരൊന്നും എന്നും പിണങ്ങിയും തെറ്റിയും നിൽക്കുന്ന ആൾക്കാരല്ല. നമ്മൾ എത്രയോ കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും എത്ര തന്നെ അവർ പ്രശ്നങ്ങളുണ്ടായും അവർ പിന്നെയും ഒന്നാവും. നമ്മൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും പുറത്താകുന്നത്, അവർ വീണ്ടും ഒന്നാവും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന പ്രശ്നങ്ങളുള്ളതിൽ. പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിൽ എന്നോട് പല മക്കളും ഇപ്പോൾ വന്നിട്ട് പറയേണ്ടത്, നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഒരു ഗ്രൂപ്പിൽ കൂടിയത് തന്നെ നമുക്ക് നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞു എന്ന് ഉണ്ടായിട്ട്. പക്ഷേ അതിനുള്ള ഇതൊന്നും അവരെടുത്തില്ല. കാരണം ഞാൻ പറഞ്ഞതായിട്ട് ഒരു തെളിവൊന്നും അവരെടുത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യവുമില്ല. കാരണം നമ്മൾ ഇനിയിപ്പോൾ വീഡിയോസിൽ കൂടെ ആണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഫോണിലൂടെ നേരിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ മറ്റൊരാൾക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയാറുമില്ല, ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആർക്കും സപ്പോർട്ടാണ്, ഞാൻ ആരെയും വെളുപ്പിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറയണ്ട. ഞാൻ പറയുന്നവരാര് തന്നെ പറഞ്ഞാലും അതിൽ ശരിയുണ്ടെങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആൾ തന്നെയാണ്. നമുക്ക് ഇന്നവർ നല്ലവരാണ്, ഇന്നവർ കെട്ടവരാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അവർ പറയുന്ന വീഡിയോസ്, അവരുടെ വാക്കുകളാണ് കേൾക്കുന്നത്. അതിലൊരു പക്ഷേ അവർ വിമർശിക്കുന്നതിൽ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുക തന്നെ ചെയ്യും. നേരെ മറിച്ച് അനുകൂലിക്കേണ്ടാത്ത ഭാഗം ഞാൻ അനുകൂലിക്കുകയുമില്ല. കാരണം എല്ലാവരും പറയുന്ന എല്ലാതും സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ സത്യങ്ങളും ഉണ്ടാകാം, അല്ലാത്തതും ഉണ്ടാകാം. പിന്നെ തെളിവ്, അതൊരു പ്രധാന ഘടകമാണ്. ഈ തെളിവ് വെച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അത് മറ്റുള്ളവരെ വായടപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം തെളിവുണ്ടെങ്കിൽ, തെളിവില്ലാതെ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും അത് വെറും ആരോപണങ്ങളായിട്ട് മാത്രമേ പോകൂ. ഇനി ആരോപണങ്ങൾ പറയുകയാണെങ്കിലും ആരോപണത്തിനൊരു പരിധി ഉണ്ടാവില്ലേ? തെളിവല്ലേ നമുക്ക് വേണ്ടത്.
ഒരാൾ പറഞ്ഞു എന്ന് ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചു എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ തെളിവ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ പിന്നെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക? ആരും ചോദിക്കില്ല. പക്ഷെ തെളിവില്ലാതെ നമ്മൾ പറയുമ്പോൾ പലവരും പല വിധത്തിൽ നമ്മളെ ചോദ്യം ചെയ്യാനുള്ള കാരണങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയാത്തത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ തെളിവില്ല. ഇനിയിപ്പോൾ പറഞ്ഞതായിട്ടുള്ള തെളിവ് പലതും എനിക്ക് നേരിട്ട് അറിയാവുന്നതുണ്ട്. എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഉണ്ട്, കോൾ റെക്കോർഡിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ അതൊന്നും ഞാൻ എടുത്ത് പുറത്ത് പറയില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ എന്നെ വിശ്വസിച്ചുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ആര് തന്നെ ആയാലും, അത് എൻ്റെ ശത്രു തന്നെ ആയാലും എന്നെ വിശ്വസിച്ച് പറഞ്ഞ ഒരു കാര്യം പിന്നീട് എനിക്കൊരു ശത്രുവായി വരുന്നുണ്ടെങ്കിൽ തന്നെ അവർ പറഞ്ഞ മെസ്സേജുകളോ അവർ പറയുന്ന ഇതോ ഞാൻ പുറത്തിട്ടിട്ടില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. ഇനി ഇടില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് എന്നെ ദ്രോഹിക്കുന്നില്ല എന്നറിയുന്ന സമയം വരെ ഞാനത് വിടൂല. എൻ്റെ നേരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് മാത്രമേ ഞാനത് ഇടുകയുള്ളൂ, അല്ലാതെ ഞാനത് ഇടൂല. കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ തന്നെ പറയണു, എന്നെ വിശ്വസിച്ച ഒരു കാര്യം പിന്നീട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് ഇടാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. കാരണം അത് ഇടാൻ പാടില്ല, നമ്മളെ വിശ്വസിച്ച് പറഞ്ഞല്ല, അതുകൊണ്ട് നമ്മൾ ഇടാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സ്ക്രീൻഷോട്ടുകളും വാട്സപ്പ് മെസ്സേജുകളും കോൾ റെക്കോർഡിങ്ങും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പുറത്ത് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഞാനും ഒരു സ്ത്രീയാണ്. എൻ്റെ കുടുംബത്തിലും എനിക്ക് പെൺകുട്ടികളില്ലെങ്കിലും എൻ്റെ കുടുംബത്തിലും ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്. ഇന്ന് ഞാനൊരു പെൺകുട്ടിയെ നാറ്റിക്കാൻ വേണ്ടി ഞാനത് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ അത് എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. കാരണം നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ അനുഭവിക്കുക, നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു പെൺകുട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു പഴമൊഴി പറയാറുണ്ടെന്ന്, 1000 നുണ പറഞ്ഞിട്ട് ഒരു കല്യാണം നടത്തി വെക്കാം എന്ന്. കാരണം ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണെങ്കിൽ നമുക്ക് 1000 നുണ പറഞ്ഞുകൊണ്ട് അത് നടത്തി കൊടുക്കുക. കാരണം ഒരു ജീവിതത്തിലേക്ക് ഒരു കുട്ടിനെ പറഞ്ഞു വിടുന്നതാണ്. പക്ഷെ ഒരു വാക്ക് കൊണ്ട് പോലും അത് മുടക്കിക്കളയരുത് എന്നുള്ള പഴയ മാതാപിതാക്കളൊക്കെ എൻ്റെ ഉമ്മയൊക്കെ എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോടല്ല, പലരും ഇവരിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ പറയണത്. കൂടുതലും ഞാൻ എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചു തന്നെ തന്നെയാണ് ഞാൻ പ്രാവർത്തികമാക്കി കൊണ്ടുപോകുന്നത്. നമ്മളെ വിശ്വസിച്ച ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല, മറ്റുള്ള പെൺകുട്ടികളെ പറയാൻ പാടില്ല, മറ്റുള്ളവരെ പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം ആരെയും വേദനിപ്പിക്കാതെ വീഡിയോസ് ചെയ്യുന്നതും. നമ്മൾ ഒരു മക്കളെ, ഒരു പെൺകുട്ടികളെക്കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മൾക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യം. കാരണം നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഏത് മക്കളാണ് നമ്മൾ പറഞ്ഞത് 100% അനുസരിച്ച് ജീവിക്കുന്ന മക്കളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ കൺമുമ്പിൽ നിന്ന് ആ മക്കൾ പോയി കഴിഞ്ഞാൽ ആ മക്കൾ എന്തെല്ലാം പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു മാതാപിതാക്കൾ ഒരു മകളോ മകനോ തെറ്റ് ചെയ്തിട്ട് നെഞ്ചുരുകി കരയുന്നുണ്ടെങ്കിൽ ആ കരച്ചിൽ നാളെ നമ്മളെ വീട്ടിലേക്ക് എത്താൻ എത്ര സമയം വേണ്ടി വരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം പറയുമ്പോൾ. അപ്പോൾ ഏതായാലും കൂടുതലൊന്നും പറയില്ല, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്നാണ് പറയുന്നത്. എന്തെല്ലാം എൻ്റെ കയ്യിലുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ തെളിവുണ്ടോ, എന്തെങ്കിലും പറയണോ, നിങ്ങൾക്ക് തെളിവ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാരുണ്ട്. എത്രയോ വീഡിയോസുകൾ ലിങ്ക് എനിക്ക് വിട്ടു തരുന്നുണ്ട്, വാട്സപ്പിൽ കൂടെ വന്നിട്ടുണ്ട്. വീഡിയോസ് നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്യില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ പോയി ചാടാൻ ഞാൻ തയ്യാറല്ല, എനിക്കതിന് പറ്റൂല. എനിക്കിവിടെ എൻ്റെ കൂട്ടോ കുടുംബം ബന്ധോ സ്വന്തോ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവിൻ്റെ മക്കൾ, ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ എൻ്റെ മൂത്ത മകൻ എന്നോട് പ്രത്യേകം പറയണ കാര്യങ്ങളാണത്. കാരണം അവന് കോവളം, ഭീമാപ്പള്ളി, അവിടെ ഇവിടെയൊക്കെ സിനിമ സൈറ്റിലും ലൊക്കേഷൻ പിടിച്ചു കൊടുക്കാനും അതേമാതിരി തന്നെ ഷൂട്ടിങ്ങിന് ആളെ കൊണ്ട് കൊടുക്കാനും ഒരു നടനായിട്ടും ഒക്കെ ഇരിക്കുന്നതാണ്. എൻ്റെ വീഡിയോസ് അവരൊക്കെ ടി വിയിലിട്ടിട്ടാണ് കാണുന്നത്. ഞാനൊക്കെ ഈ ലൊക്കട മൊബൈലിൽ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നത് വലിയ സ്ക്രീനില്ല ടി വിയിലിട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എൻ്റെ പുറകെ എൻ്റെ മക്കളും എൻ്റെ ആങ്ങളമാരും എൻ്റെ ഭർത്താവും ഒക്കെ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അവരെയൊന്നും തല താഴ്ത്തിക്കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്തെല്ലാം തെളിവുകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിലും എന്തെല്ലാം വോയിസുകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിലും അതൊന്നും ഞാൻ പുറത്ത് വിടുവോ മറ്റുള്ളവർക്ക് പറയും. എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ്, അത് ഞാൻ ചെയ്യില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും 100% ഞാൻ ഉറപ്പ് പറയാം. പിന്നെ ഒരാളോട് മാത്രം എനിക്കൊരു ഇതുണ്ട്. അതിപ്പോൾ ഇന്നലെ
ലൈല സാജി ലൈവിൽ പറഞ്ഞിരുന്നു. അത് ഞാൻ ചെയ്യാത്ത തെറ്റ് എൻ്റെ മേൽ ആരോപിച്ചത് കൊണ്ടാണ് എനിക്ക് അത്ര ദേഷ്യം വന്നതും അവരോട് ഞാൻ അത്ര കടുപ്പിച്ച് സംസാരിക്കേണ്ടി വന്നതും. ആ സംസാരത്തിൻ്റെ റെക്കോർഡിങ്ങും എൻ്റെ കയ്യിലുണ്ട്. അതും പുറത്ത് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർ ചെയ്യുന്നത് അവരവർ തന്നെ അനുഭവിക്കും. നമ്മളതിൽ അനുഭവിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ തെറ്റ് ചെയ്യാതെയാണ് നമ്മളെ അവർ പറയുന്നതെന്ന് വെച്ചെങ്കിൽ അവർ തന്നെ അത് അനുഭവിക്കുന്നുള്ള കാര്യത്തിൽ 100% നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് അള്ളാഹുവിനെ വിശ്വസിക്കണ മാതിരി അത് സത്യസന്ധമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. 10 മിനിറ്റ് വീഡിയോസായി ഞാൻ നിർത്തണം. അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട്.